വെൽക്കം ബാക്ക്. സൽമാൻ ദോഹയിൽ നിന്നോ നമ്മൾ മോള് ജനിച്ചാര ഫസ്റ്റിലെ വ്ളോഗാണ് കേട്ടോ. മോളെയും കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം 1 വയസ്സും 1 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോളൊക്കെ കൂട്ടിയിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഏകദേശം മാസങ്ങളോളം ആയിട്ടുണ്ടാ. ഏതായാലും ഇതാ മോള് ഖത്തറിൽ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് പോകുന്നത് കിഡ്സിന്റെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് ദോഹ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിൽ. ഫെസ്റ്റിവലാണ് നടക്കുന്നത്. ഏതായാലും ആ മോള് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാണ്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ മോളെ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് നോക്കാം. ഏതായാലും നല്ലത് ആ മോള് വണ്ടിയിലെത്തി കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല സേഫ് ആയിട്ട് ഓൾ ഉറങ്ങിയിട്ടുണ്ട്. കാറൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലത്തെ ബേബി സീറ്റുകൾ നല്ല മക്കൾക്ക് നല്ല അടിപൊളി പുറത്തെ കാഴ്ചകൾ കാണും ചെയ്യും. അതിലുപരി നല്ല സേഫ് ആയിട്ട് ഉറങ്ങാനും കഴിയും. നോർമലി എല്ലാവരും ബേബി സീറ്റുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആ റൈഡ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയി ഏകദേശം വെസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈവനിങ് സമയങ്ങളിലൊക്കെ വെസ്റ്റ് നല്ല തിരക്കായിരിക്കും. DCC-ലായതുകൊണ്ട് ബേസ്മെന്റ് പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഫീ ഉണ്ടെങ്കിലും നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള പാർക്കിംഗ് കിട്ടി. നമ്മൾ നേരെ അകത്തെത്തിയപ്പോൾ നല്ല രീതിയിൽ തന്നെ കിഡ്സുകളൊക്കെ അവിടെ നിന്ന് അകത്തേക്കും പുറത്തേക്കായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ സൈഡിൽ ഇതാ ബോർഡ് വെച്ചിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് ഭാഗത്തേക്കാണ് കിഡ്സ് എക്സ്പോ നടക്കുന്നത് എന്നുള്ളത്. എക്സ്പോ കഴിഞ്ഞ് പോകുന്ന ബേബീസിന്റെ കയ്യിലൊക്കെ ബലൂൺസ് ഉണ്ട് കേട്ടോ. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ മോള് നോക്കുന്നത്. ഏതായാലും നമ്മളിത് മുന്നോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഗേറ്റ്, കിഡ്സിന്റെ എക്സ്പോന്റെ ഒരു ഗേറ്റ് ആണ് കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഗേറ്റ് ആയിരുന്നു. എൻട്രൻസിന്റെ ഭംഗി കണ്ടിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിലും മോളൂസിന് അകത്തേക്ക് കയറണം. അതുകൊണ്ട് തന്നെ നമ്മളത് പെട്ടെന്ന് അകത്തേക്ക് കയറാനാക്കിയിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ കിഡ്സിനായിട്ട് പല എന്റർടൈൻമെന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഫേസ് പെയിന്റിംഗ്, അതുപോലെ തന്നെ കിഡ്സ് ലേൺ ചെയ്യാനായിട്ട് പല ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഫസ്റ്റിൽ കയറുന്ന തന്നെ ബലദിന്റെ ഒരു റോൾക്ക് കയറുന്ന ബലദിന്റെ ഫാമിനെ കുറിച്ചിട്ടുള്ള പല ഡീറ്റെയിൽസും അകത്തേക്കുണ്ട്. ഒരു ഹൈറ്റിൽ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചപ്പുറം പോയപ്പോൾ ടോയ്സിന്റെ ഒരു ഏരിയ ഉണ്ട്. ബബിൾസിന്റെ അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പൊന്നൂസ് ആകെ നോക്കിയിരിക്കുകയാണ്. ഏതായാലും ബിഗ് ഒരു ടെഡി ബിയർ സൈഡിലായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ബലൂൺസ് ഒക്കെ വാങ്ങണം. അപ്പൊ അതിനായിട്ടുള്ള തിടുക്കത്തിലാണ് നമ്മൾ നേരെ മുന്നിൽ പോയപ്പോൾ ടെഡി ബിയർ ഉണ്ട്. ടെഡി ബിയറിന് തൊട്ടടുത്ത് ഫസ്റ്റിൽ അവളെ ഹായ് കൊടുത്തെങ്കിലും ഫസ്റ്റ് ഒന്ന് പേടിച്ചെങ്കിലും രണ്ടാമത് പിന്നെ ഓക്കെ ആയിട്ടായിരുന്നു. ബലൂണ് ചെന്നപ്പോഴേക്കും ബലൂൺ കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ബലൂണിനായിട്ട് ഫുള്ള് സെർച്ചിങ് ആയിരുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ടെഡി ബിയറിന്റെ അടുത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ അങ്ങനെ അവിടെ നിന്ന് മൂവ് ആയി. തൊട്ടടുത്തുള്ള ബാക്കിയുള്ള കാഴ്ചകളെ കാണാനാക്കി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ മോക്ക് 1 വയസ്സും അതുപോലെ തന്നെ 1 മാസമായ കാരണം തന്നെ നമ്മൾ വല്ലാണ്ട് അവൾക്ക് പറ്റിയൊരു ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ നേരെ മൂവ് ആയിട്ട് അപ്പുറമുള്ള കാഴ്ചകളൊക്കെ കണ്ട് സ്റ്റേജ് ഷോ നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജിൽ എന്ത് പ്രോഗ്രാം നോക്കിയപ്പോ കിഡ്സിന്റെ ഒരു ഗെയിം നടക്കുന്നുണ്ടാ. കിഡ്സിന്റെ എക്സ്പോ ആയതുകൊണ്ട് കിഡ്സിന്റെ ഒരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ഗെയിമോന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങൾ നമ്മൾ കുളംകര എന്നുള്ള